ഹലോ ഗായ്സ്, അപ്പോൾ ഇന്നൊരു എക്സാം ഡേ ബ്ലോഗ് ആയാലോ. പിന്നെ ഞാൻ 4:30 എണീറ്റ് കുറച്ച് നേരം പഠിച്ചു കേട്ടോ. ആ നേരത്തേക്ക് ഇരുന്ന് പഠിക്കാൻ വേറൊരു സുഖം. പിന്നെ ഞാനൊരു 7 മണിയൊക്കെ ആയപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ വെറുതെ പുറത്ത് കൂടെയൊക്കെ ഇങ്ങനെ നടന്നു. ഈ രാവിലെ പ്രകൃതിക്കൊക്കെ വേറൊരു ഭംഗി, നമ്മൾ മെയ് മാസപ്പൂവൊക്കെ നല്ല ഭംഗിയിൽ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കുറച്ച് നേരം ഇങ്ങനെ നോക്കിയിരുന്നു. പിന്നെ ഞാൻ ചായ കുടിക്കാൻ പോയി. അങ്ങനെ വേഗം ചായയൊക്കെ കുടിച്ചു. പിന്നെ നമ്മൾ വേഗം കുറച്ച് നേരം പഠിക്കായിരുന്നു. എക്സാമിന് രാവിലെ പഠിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചാൽ ഒന്ന് റിവൈസ് ചെയ്യും. അതുപോലെ തന്നെ MCQ എന്നൊരു സംഭവമുണ്ട്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതൊന്ന് നോക്കും. അതൊക്കെയാണ് ഞാൻ എക്സാമിന് അന്ന് രാവിലെ ചെയ്യുക. ഉച്ചക്കാണ് കേട്ടോ നമുക്ക് എക്സാം. പിന്നെ അന്ന് നമ്മൾ പൈനാപ്പിൾ വെള്ളത്തിലിട്ട് വെച്ചിരുന്നില്ല, അതിന് വേര് വന്നു കേട്ടോ. അത് ഞാൻ എക്സാമിന് തിരക്കാണെങ്കിൽ കാണിച്ചു തരാൻ മറന്നതാണിതാ. നല്ല രസത്തിലൊരു വേരൊക്കെ വന്നിട്ടുണ്ട്. എക്സാമിന് അന്ന് രാവിലെ നമുക്ക് ഭയങ്കര ടെൻഷനാക്കി ഓരോന്നിങ്ങനെ ഓർത്തോർത്ത് എടുക്കരുത്. ഓർമ്മല്ലേ എന്ന് ചെക്ക് ചെയ്യുക. എനിക്കെന്ന് പറഞ്ഞാൽ ഈ രാവിലെ മൊത്തം ഞാൻ റിവൈസ് ചെയ്യും കേട്ടോ. കാരണം മൊത്തം റിവൈസ് ചെയ്ത് എത്തിയിട്ടില്ലെങ്കിൽ എനിക്കൊന്നും ഓർമ്മ ഉണ്ടാവില്ല സത്യമായിട്ട്. പിന്നെ കുറച്ച് നേരം ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ നോക്കിയിരുന്നു കേട്ടോ. ഫുൾ ടൈം ആ ബുക്കിൽ തന്നെ നോക്കിയിരുന്ന ഭ്രാന്ത് പിടിക്കും. പിന്നെ എനിക്ക് കുറച്ച് നേരം വിശക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ബ്രെഡ് സാൻഡ്വിച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. വീട്ടിലാരും ഉണ്ടായിരുന്നില്ല, എല്ലാവരും ഒരു പരിപാടിക്ക് പോയിരിക്കായിരുന്നു കേട്ടോ. എനിക്ക് എക്സാം ആയ കാരണം ഞാൻ പോയിരുന്നില്ല. അപ്പോൾ നമ്മളൊരു ബ്രെഡ് എടുത്തിട്ട് അതിന് മേലെ കുറച്ച് സോസാക്കി കൊടുക്കുക. എന്നിട്ട് ഒരു കുക്കുംബറോ ടൊമാറ്റോ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ വെച്ച് കൊടുക്കുക. ഞാനൊരു ചീസിൻ്റെ ഒരു സ്ലൈസും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊരു ബ്രെഡ് വെച്ചിട്ട് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഞാൻ കഴിക്കാൻ തുടങ്ങുകയാണേ. ടേസ്റ്റിൻ്റെ കാര്യം ഒന്നും പറയാനില്ല, സൂപ്പറായിരുന്നു. ഒരു ബ്രെഡിൻ്റെ ഉള്ളിൽ വെറുതെ ടൊമാറ്റോ വെച്ച് തിന്നാൻ തന്നെ നല്ല രസമായിട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടം. അപ്പം നമുക്ക് വേഗം കഴിച്ചിട്ട് വേഗം പോയി പഠിക്കാം. ലാസ്റ്റ് സെമ്മായതുകൊണ്ട് സപ്ലൈ വരാതെ നമ്മൾ കഴിച്ചിലാണ്. ഇതുവരെ വന്നിട്ടില്ല, ഇനി ഇതിൽ വന്നാൽ പണി പാളും. അല്ലാതെ ഞാൻ വലിയ പഠിപ്പിച്ചിട്ടൊന്നുമില്ല കേട്ടോ. അപ്പം നമുക്ക് വേഗം പോയിട്ട് വേഗം എന്തെങ്കിലും കുറച്ചും കൂടി നോക്കാം. സമയം ഇനി വെറും കുറച്ച് ടൈം മാത്രമേ ഉള്ളൂ. പിന്നെ എക്സാമിനൊക്കെ പോകാൻ വേണ്ടിയിട്ട് വേഗം പോയി റെഡിയായി. പിന്നെ ചെറിയൊരു ഗെറ്റ് റെഡി വിത്ത് മീൻ സൺസ്ക്രീൻ, മോയ്സ്ചറൈസർ, ലിപ്സ്റ്റിക് ഓൺലി. അപ്പം നമ്മൾ വണ്ടി ചെറിയൊരു പണി തന്നേരം വണ്ടി ഇപ്പോൾ വർക്ക്ഷോപ്പിലാണ്. അതായത് ഞാൻ ഓട്ടോറിക്ഷ കട്ടുന്ന എക്സാമിന് പോകണം. അപ്പം നമ്മൾ മെയിൻ റോഡിൽ കൂടി അല്ല പോകണം, ഒരു കുറുക്ക് വഴി കൂടി ഉണ്ട് പോകണം. അവിടെ ഫുള്ള് പാടങ്ങളും അങ്ങനത്തെ ഒരു ഏരിയ ആണ് കേട്ടോ. നല്ല രസമാണ്. ഞാൻ ആദ്യം എക്സാമിന് 1 മണിക്കൂർ മുന്നേയൊക്കെ പോയിരുന്നു കേട്ടോ കോളേജിലേക്ക്. ഇപ്പോൾ പിന്നെ ഒരു അരമണിക്കൂർ മുന്നേയൊക്കെ പോവുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ കോളേജിലെത്തി. അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പിന്നെ വേഗം കോളേജിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോയി. പിന്നെ നമ്മൾ നോട്ടീസ് ബോർഡിലൊക്കെ നോക്കിയിട്ട് നമ്മൾ ക്ലാസ് എവിടെയെന്നൊക്കെ വേഗം നോക്കിയിട്ട് നേരെ വേഗം ക്ലാസ്സിൻ്റെ അങ്ങോട്ട് പോയി. അപ്പോൾ അവിടെ ചെന്ന് നോക്കിയപ്പോൾ പഠിപ്പിസ്റ്റളൊക്കെ വമ്പം പഠിപ്പാട്ടോ. പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ നോക്കാമെന്ന് വിചാരിച്ച് ബുക്കൊക്കെ എടുത്തിരുന്നു. അപ്പോൾ പിന്നെ 1:30 നമുക്ക് എക്സാം. 1:30 ആയപ്പോൾ ബാഗൊക്കെ വെച്ചിട്ട് വേഗം പോയി. അപ്പോൾ നമുക്ക് എക്സാം കഴിഞ്ഞ് വന്നിട്ട് കാണാം കേട്ടോ. അങ്ങനെ എക്സാമൊക്കെ കഴിഞ്ഞു കേട്ടോ. എക്സാം വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് നേരം തെണ്ടിത്തിരി നടക്കലാട്ടോ ഇനി നമ്മളെ പണി. അപ്പം നമ്മളെ വണ്ടി വർക്ക്ഷോപ്പിലായിരുന്നില്ല, അപ്പോൾ ആ വണ്ടി എടുക്കാൻ വേണ്ടി പോവാം കേട്ടോ. അങ്ങനെ പിന്നെ നമ്മൾ നേരെ വണ്ടിയൊക്കെ എടുത്തിട്ട് നേരെ വീട്ടിലേക്കൊക്കെ പോയി. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.